ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് കൊതുകൊക്കെ നട്ടുച്ചയല്ല ഉച്ചവരായി ചേമ്പാണ് കേട്ടോ. നമുക്ക് ചേമ്പ് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇരുന്നുണ്ടാക്കുമ്പോൾ ഇന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. മറ്റേത് ഞാനിതൊക്കെ കഷ്ണങ്ങളൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കൂട്ടെ. എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി ഒരുങ്ങുമല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് മിക്കതും ചെയ്യാറ്. ഇതിൽ ചേമ്പ് കിട്ടിയപ്പോൾ ചേമ്പ് കണ്ടപ്പോഴേ എനിക്ക് മോരുകറി വയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പച്ചക്കറി കഷ്ണം ഇവിടെ നല്ലോണം പിള്ളേർ കൂട്ടും. ഞാനാണ് പിന്നെയും എനിക്ക് ഷാജേട്ടനൊന്നും കഷ്ണം എനിക്ക് കറിയുടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉപ്പേരിയോ അങ്ങനെ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. കറിയിലെ കഷ്ണങ്ങൾ അധികം കൂട്ടുക പൂജിട്ടേക്ക് കേട്ടോ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് നമുക്കൊരു മോരുകറി വെക്കാൻ വിചാരിച്ചു. പിന്നെ മീൻ ഇന്നലെ കൊണ്ടുവന്നത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അത് വറുക്കുകയും ചെയ്യാം. നമുക്കൊന്നൊരു അച്ചാറിടുകയും ചെയ്യണം കേട്ടോ. അച്ചാറിടാൻ ഞാൻ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്, നാരങ്ങ വാങ്ങിയിട്ടൊക്കെ കുറേശ്ശേ വാങ്ങിയിട്ടുള്ളൂ. എന്നാലും അത് വെച്ചിട്ട് നെല്ലിക്ക കൊണ്ട് നമുക്കിന്ന് അച്ചാറുണ്ടാക്കാം. നാരങ്ങ നമുക്ക് നാളെ എടുക്കാം, നാളെ അച്ചാറുണ്ടാക്കാം. എല്ലാം കൂടി ഇനിയിപ്പോൾ ഇന്നേക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ ചേമ്പ് ഉണ്ടാക്കട്ടെ കേട്ടോ. പൂജയുടെ എക്സാം ഒന്നും കൂടെ ഉള്ളു, കഴിഞ്ഞു. കണ്ണൻകുട്ടിക്ക് 2 ദിവസം കൂടെ ഉള്ളൂ. ഇനിയിപ്പോൾ 10 ദിവസം വെക്കേഷൻ സമയമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ഷാജേട്ടൻ ലീവാട്ടോ, പോയിട്ടില്ല. തിങ്കളാഴ്ച അല്ലേ, അപ്പം നാളെ പോയിട്ടില്ല. ഇതൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കറി വെക്കുമ്പോൾ കാണാം കേട്ടോ. കേൾക്കുന്നുണ്ടാണോ? അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്കിപ്പോൾ കറി വെക്കുമ്പോൾ കാണാം കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് കഷ്ണം നുറുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. എനിക്ക് പുറത്തിറങ്ങി കഷ്ണം നുറുക്കുക, ഫുഡ് കഴിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളിൽ തന്നെ ആകുമ്പോൾ ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ അടച്ച് നിൽക്കുമ്പോഴേ പുറത്തേക്ക് ഒരു കാഴ്ചയില്ലല്ലോ, അപ്പോൾ ഒരു ചടപ്പാണ്. അപ്പോൾ ഇത് വേഗം ഉണ്ടാക്കി റെഡിയാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ചേമ്പൊക്കെ ഉണ്ടാക്കിയിട്ടോ, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇതിലിട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം, കറി വയ്ക്കാനുള്ള ഒരു ലേശം വെള്ളം. ഇത് വേവാനുള്ള വെള്ളം മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ചേമ്പ് വേഗം വേവുള്ളൂ. ഞാൻ ഒന്നാമത് കുക്കറിലും കൂടെ ഇടണം, അപ്പോൾ പിന്നെ ആയിക്കോളും. മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണ്ടേ. മഞ്ഞപ്പൊടി ഉപ്പിട്ട് കൊടുക്കണമല്ലോ, ഇത് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് കത്തിക്കട്ടെ കേട്ടോ. കഷ്ണം നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് മോരുകറിക്കുള്ള അരപ്പന്നെ നാളികേരം, പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക്, ചെറിയ ജീരകം, 2 ചെറുള്ളി, 2 വെളുത്തുള്ളി. ഇത് വെച്ച് അരയ്ക്കാം. ഞാൻ വെള്ളം ഒഴിച്ചിട്ടല്ല അരയ്ക്കുന്നത്, നമ്മൾ തൈര് കൂട്ടിയിട്ടാണ് അരയ്ക്കുന്നത്. അതൊന്ന് അരച്ചെടുക്കാം. കറണ്ട് എപ്പോഴാണ് പണി കൊടുക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഇത് അരപ്പ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ മെല്ലായാലും കുഴപ്പമില്ലല്ലോ. മറ്റേ കറണ്ട് പോയാൽ എപ്പോൾ വരാമെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അരച്ചേക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മ ഒന്ന് വിളിച്ചു കേട്ടോ. അപ്പം ഇനി നമുക്ക് അരയ്ക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് പാകത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, പാകത്തിന്. ഉണ്ടായിരിക്കാം. എൻ്റെ ഫോൺ ഒന്നാമത് ഹാങ്ങായി ഒന്നും കൂടെ റെഡി ആക്കിയിട്ടുള്ളൂ ഞാൻ പോയിട്ട്. അതിൻ്റെ സ്പീക്കർ പോയിരുന്നു. വെള്ളം കയറിയതാന്ന് അവർ പറയുന്നത്, പക്ഷെ വെള്ളത്തിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ സ്പീക്കറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് നേരാക്കാൻ എന്തായാലും ഇപ്പോൾ പറ്റില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിനെ ബാധിക്കില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ സീനില്ല, ഞാൻ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ കരക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അരപ്പ് ശരിയായി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സി മാറ്റിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് മീൻ മറക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇന്നിപ്പോൾ ധൃതിയൊന്നുമില്ല, തിങ്കളാഴ്ച ആയതുകൊണ്ട്. ചിക്കൻ കറി ഇന്നലത്തെ ഇരിക്കുന്നുണ്ട്. ഷാജേട്ടൻ ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട്. രാത്രി നല്ല മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അപ്പളേക്കുള്ളത് മാത്രം മീൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ ആയതുകൊണ്ട് ആൾക്ക് ഫുഡ് കഴിക്കാനില്ലാത്തതുകൊണ്ട് കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുണ്ടായിരിക്കുന്നു. അപ്പോൾ ഞാൻ മോരുകറിയും കാര്യത്തിനൊക്കെ രാത്രിക്ക് സെറ്റ് ചെയ്യാലോ, മീൻ വറക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ, പൂജിട്ട് വരുമ്പോഴേക്കും പണിക്ക് ഒരുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല ചെയ്യാണ്. അപ്പോൾ കറി വെച്ചാൽ ഇപ്പം ഇന്ന് മോരുകറി വെച്ചാൽ നമുക്ക് നാളേക്കും ഉണ്ടാവും കേട്ടോ. മീൻ ഞാൻ മസാല ഒക്കെ പുരട്ടി റെഡിയാക്കി വെച്ചതാ. ഇനിയിപ്പോൾ ഇതൊന്ന് പകുതി എടുത്താൽ മതിയാവും, നാളേക്കും കൂടെ ഉണ്ടാവും. നമുക്ക് കൂടെ വറുത്ത് വെറുതെ നാശാക്കണ്ട, ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണ എടുക്കാം. കറിയുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അച്ചാറുണ്ടെങ്കിൽ എന്തെങ്കിലും 2 അച്ചാർ ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പുളിയും ചിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് അത് കഴിയുമ്പോഴേക്കും
അച്ചാറും പുളിഞ്ചൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കറിയാണെങ്കിലും അച്ചാറുണ്ടെങ്കിൽ സൈക്കിള് പോണ പോലെ ഫുഡ് പോകും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പം നമ്മുടെ അച്ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് നമ്മൾ വളാഞ്ചേരി പോയപ്പോൾ നെല്ലിക്കയും കടകുട്ടിപ്പം എന്തോ ചിക്കൻ എന്തോ വാങ്ങാൻ പോയില്ലേ, അപ്പോൾ അവനെ കൊണ്ട് കൊണ്ടുവരിപ്പിച്ചതാണ് നെല്ലിക്കയും നാരങ്ങ നമുക്ക് നാളെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇന്നൊന്നും ഉണ്ടാക്കിയാൽ നമുക്കത് ഇന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ഞാൻ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ട്. ഇനി മീൻ വെച്ച് കൊടുക്കാം. ഉള്ളതിലേക്ക് ഞാൻ വലിയ മീൻ നോക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ മീൻ വെച്ചാൽ അയിലപ്പാരയോ അങ്ങനെ എന്തോ മീൻ, അയിലപ്പാര തന്നെ തോന്നുന്നു. അങ്ങനത്തെ മീനാണ്. നമ്മൾ ഈ മുള്ളന്റെ പോലത്തെ, മുള്ളന്റെ കുറച്ച് വലുത്. അതിൽ ഞാൻ മസാല കുറച്ച് വെച്ച കാരണം അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നാശം ഉണ്ടാച്ചിട്ട് കുരുമുളകും മഞ്ഞപ്പൊടിയും മുളകും പൊടി മാത്രമേ ഉപ്പൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കുറച്ച് എന്താ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചവച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചക്കറിയാവട്ടെ, ചേമ്പായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, അരപ്പൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം വെച്ചിട്ടുണ്ടേ. ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ലേശം കൂടെ വേണം. പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ. എരിവിന് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, മുളക് പൊടിക്ക് പകരം പച്ചമുളകായിട്ട് കൊടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ എരിവ് അസലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം പിന്നെ എക്സ്ട്രാ എരിവിൻ്റെ ആവശ്യമില്ല. ഞാൻ വേപ്പിലും കൂടെ ഒന്നും കൂടി തള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കേണ്ട കേട്ടോ, ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകും. അപ്പം ഈ കറി സെറ്റാവും. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക എന്താ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കണം. കറി തിളച്ച് കടുക് വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറുള്ള പരിപാടി വെക്കാം. കറി റെഡിയായി. ഈ കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വരും. കടുക് വറുക്കണ്ട കേട്ടോ. എണ്ണ ഒഴിച്ച് ലേശം ഉലുവ ഇട്ട് കൊടുത്തു. വറ്റൽമുളകില്ല, കടുക് പൊട്ടിക്കാം, വേപ്പിലിട്ട് കൊടുക്കാം. നമുക്ക് ആവിയിൽ പുഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെല്ലിക്ക, എനിക്ക് വേറെ പാത്രമൊന്നുമില്ല. എൻ്റെ അടുത്തൊരു അരിപ്പ പാത്രം ഉണ്ടായിരുന്നു, അത് ഷാജക്കാണ്ട് പൂരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് അത് വണ്ടിയിലാണോ എവിടെയാണോ അത് തിരഞ്ഞിട്ട് കാണാല്ലേ. അപ്പം എന്തിൽ വെച്ചിട്ട് ആവി കയറ്റി റെഡിയാക്കാന്ന് വിചാരിക്കുന്നു. നടക്കുമോ ഇല്ലെന്ന് അറിയില്ല. ഇതിങ്ങനെ വെച്ച് നോക്കിയിട്ട് കറച്ചാ അതായിരിക്കും. ആവി കുറച്ച് പുറത്തേക്ക് പോവും, എന്നാലും കുറച്ച് സമയം എടുക്കുകയായിരിക്കും. എന്തായാലും നമുക്ക് ഇങ്ങനെ റെഡിയാക്കാം, അല്ലാതെ വേറെ മാർഗമല്ലേ. കറി നമുക്ക് വേറെ പാത്രത്തിലാക്കട്ടെ. കറി റെഡി. ഇനി അച്ചാറിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇത് ചീനമുളക് ഞാൻ വാങ്ങിയതായിട്ട് 50 രൂപയ്ക്ക് വളാഞ്ചേരുന്നത്. ഞാൻ കാണുമ്പോൾ വാങ്ങാത്ത ഉപ്പിലിട്ട് വെക്കുക ഞാൻ എപ്പോഴും. നല്ലോണം കഴിക്കും ഞാൻ ചീനമുളക്. കഴിക്കരുത് എന്നോട് എല്ലാവരും പറയും, പക്ഷെ ഞാൻ നല്ലോണം കഴിക്കും. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഇതും കൂടെ ഞാൻ നേരാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ചേ നമ്മൾ അച്ചാറുള്ളല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. നമ്മുടെ മീനായിരുന്നു ഒരു ഭാഗം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗമായിട്ടുണ്ട്. ഞാൻ
പെട്ടെന്ന് മുറിച്ചിടാൻ വേണ്ടിയിട്ട് മറച്ചിടാൻ വേണ്ടിയിട്ട് കത്തിയാണ് കിട്ടുക കേട്ടോ. കത്തി എടുത്തതിന്റെ ശേഷം എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ, അയ്യോ കയ്യിലോ ഇല്ലെങ്കിൽ സ്പൂണോ ചട്ടുക എന്തേലും എടുക്കായിരുന്നു. ഇതാകുമ്പോ എളുപ്പാ. അപ്പൊ പിന്നെ ഇതേന്ന് കയ്യിൽ കിട്ടും. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഒക്കെ ചെയ്യാം. മറിച്ചിടലൊക്കെ ചട്ടകത്തിനേക്കാളും അടിപൊളിയാണ്. അപ്പൊ അതാണ് എപ്പോഴും കയ്യിലെടുത്തത്. മീൻ 2 ട്രിപ്പ് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 2ാമത്തെ ട്രിപ്പും ആയി. ഇനി ഒരു ട്രിപ്പും കൂടെ വറക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് വെച്ചിരിക്കാം. അതിന്റെ ആവശ്യമില്ല, തന്നെ ഉണ്ട്, ധാരാളം ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് നാളെ ഒരു ട്രിപ്പ് ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അത് നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് എടുക്കാം. അപ്പൊ മീൻ വറുക്കൽ കഴിഞ്ഞു. ഇത് മാറ്റിച്ച കറിയായി. ഇതാ നമ്മുടെ നെല്ലിക്ക കുറച്ചുകൂടി വേവാണ്ട് ആവിയിൽ കിടന്നിട്ട് ഒന്നും കൂടെ വേവട്ടെ. എന്നിട്ട് അതിന്റെ ചൂട് അറിയേണ്ട ശേഷം കഷ്ണാക്കിയിട്ട് വേണം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഒന്നും കൂടെ ആയിട്ട് അത് ചൂടാറി കഷ്ണാക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ബാക്കിയുള്ള അതിലേക്കുള്ള അരിഞ്ഞ് പെറുക്കലൊക്കെ കഴിഞ്ഞു. ഇഞ്ചി ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി ഇതങ്ങനെ കിടന്നാവട്ടെ. ഇതാട്ടോ നമ്മുടെ നെല്ലിക്കൊക്കെ ആവി കയറി ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതാട്ടോ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അരി വെച്ചാൽ ഇങ്ങനെ അതിൻ്റെ ചൂട് പോയപ്പോൾ നാരങ്ങാന്നേ നാവില് വരുള്ളൂ. നെല്ലിക്ക അവിടുത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നെല്ലിക്ക അങ്ങനെ കുഞ്ഞു കുഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ചൂടാറിയപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയും പിന്നെ അത്ര തന്നെ വെളിച്ചെണ്ണയും, നല്ലെണ്ണയും വെളിച്ചെണ്ണയും സമാസമായിട്ട് എടുക്കണേ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കാം. ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കും. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ അത് ചീനമുളകും കൂടെ കേട്ടോ. ചീനമുളക് വെളുത്തുള്ളി ഞാൻ കുറച്ച് അത്യാവശ്യത്തിന് ഇതൊന്നും മൂക്കട്ടെ കേട്ടോ. ആ ചീനമുളക് ഞാൻ ഇടുമ്പോൾ പൊട്ടി തെറുക്കി ഇത് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചു. ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കണ്ടേ. നല്ല പൊട്ടി തെറുകിയുണ്ട്. ചീനമുളക് ഇട്ട് കൊടുക്കണ്ടേ. വേപ്പിലിട്ട് കൊടുക്കും. ഇതൊന്നും മൂത്ത് വരാം. അത് വരെ വെയിറ്റ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടെ മൂത്തപ്പോൾ ഫോൺ കട്ടായിട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് പാകത്തിന് അച്ചാർ പൊടി ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ, ഓവർ വേണ്ട. ഞാൻ ഇങ്ങനെ അച്ചാർ പൊടി ഇടുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ഉലുവയും കായൊന്നും പൊടിച്ചിടണമല്ല. ഇത് മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ, വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യണമല്ല. ഇനി ഇതൊന്നും മൂക്കട്ടെ, നല്ലോണം ഒന്ന് മൂക്കട്ടെ കേട്ടോ. പൊടിയൊക്കെ മൂത്ത് സെറ്റാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ചു കൊടുക്കാം. സുർക്ക ഒഴിച്ചു. വിനാഗിരി അല്ലെങ്കിൽ സുർക്ക. ഓക്കെ, സുർക്ക ഒന്ന് തിളയ്ക്കുമ്പോൾ എന്താക്കാം, ഒന്ന് വരുമ്പോൾ നമ്മുടെ നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ, കഷ്ണാക്കി വെച്ചിട്ടുള്ള. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പും കൂടെ ഇട്ടെ കേട്ടോ. ഉപ്പൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പാകത്തിന്. ഇനി മിക്സ് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്യാം. ഞാനിത് ഫോൺ അവിടെ വയ്ക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ കയ്യിൽ മാറ്റുകയും ചെയ്യട്ടെ കേട്ടോ. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാവരും ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് ആറി വെച്ചിട്ടുണ്ട്, നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. വല്ലാണ്ട് ചാറ് വേണ്ടത് കുറുകിയ പോലല്ലേ ആവുക. അപ്പം ഞാൻ ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, നല്ല മിക്സ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. പുളിയൊക്കെ ഉണ്ട്. ഉപ്പ് ഇത്തിരി കുറവാണ്, ഇത്തിരി കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
സെറ്റായി. ഇനി വേണമെങ്കിൽ ഒരു ലേശം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്രേവി ചുടുവെള്ളമല്ല, തിളപ്പിച്ചാറിയ വെള്ളം. അച്ചാറ് റെഡി. ഇനി ഇതിനകത്തേക്ക് ഒരു കുഞ്ഞ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കണമെന്നല്ല, ശർക്കര ഇല്ല പഞ്ചസാര ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ഞാൻ ശർക്കര അച്ഛൻ്റെ ഒരു കുഞ്ഞ കഷ്ണം ഇട്ട് കൊടുക്കാറ്. നമ്മൾ ഇന്നലെ ഉണ്ണിപ്പത്തേക്ക് മൊത്തം എടുത്ത് തട്ടി. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. കപ്പൊക്കൊപ്പാണ് ഇപ്പം ഉപ്പൊക്കെ റെഡിയാ. ഇപ്പം ഉപ്പ് റെഡിയാ. ഇനി നമുക്ക് നാളെയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചതും ഒക്കെ റെഡിയാ. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ അച്ചാറ് സെറ്റ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ്. ഇതാട്ടോ അടിപൊളിയായിട്ടുണ്ട്, അച്ചാറ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടെ ഉണ്ടാക്കാണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് തീർന്നു. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. അവിടെ കാണിച്ചു തരാൻ ഒരു മിനിറ്റ്. അപ്പോൾ അച്ചാർ പരിപാടി കഴിഞ്ഞു, ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ണൻകുട്ടിക്ക് ചോറ് വാരി കൊടുത്തപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിനി വിശക്കണമല്ല, ഇനി വേഗം അപ്പോഴേക്ക് നേരം പിന്നെ ഞാൻ കിടന്നു കേട്ടോ. കുറച്ച് നേരം എന്നിട്ടൊക്കെയാണ് അച്ചാറിൻ്റെ പരിപാടി നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് വേറെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചക്കരക്കിഴങ്ങ് കേട്ടോ, മധുരക്കിഴങ്ങ്. ഇതൊരു 3 ഉള്ളൂ, ബാക്കി ഞങ്ങൾ വേവിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എടുക്കുക കാണിക്കുകയും ചെയ്യാം. ഞങ്ങൾക്ക് ഒരു നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടെ ഉണ്ടാക്കാണ്ട്. അറിയാം കേട്ടോ, അറിയായിരിക്കും കേട്ടോ ചിലവർക്കൊക്കെ, ചിലവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് വേവിക്കാൻ വയ്ക്കാം. കഴുകിയിട്ടുണ്ടെങ്കിൽ ഇത് കഷ്ണാക്കട്ടെ കേട്ടോ. മധുരം ഉണ്ടായതായാൽ മതിയായിരുന്നു. ഇതിൻ്റെ മറ്റേത് എടുത്തതിലൊരു 2-3 മധുരം ഉണ്ടായിരുന്നില്ല. ഇന്ന് ചിലത് മധുരം ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്കിത് ഇട്ടിട്ട് ഇതുണ്ടാക്കിയിട്ട് ചായ കുടിക്കുകയും ചെയ്യാം. ഇത് കളയണ്ട. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് പിന്നെ ഇപ്പം ഉള്ളത് അടിപൊളിയാണ്. ഇതിൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമായിട്ട് ചേച്ചിക്ക് ഇഷ്ടമാണ്. ഷാജൻ്റെ ചേച്ചിക്ക് അവർക്കൊക്കെ ഈ സാധനം ജീവനാ. കഷ്ണാക്കിയിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, ഉപ്പിട്ട് കൊടുക്കും. നല്ല ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ അടച്ചു ഇനി അതൊരു 2 വിസിലാവട്ടെ. അപ്പോൾ ചക്കരക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളിയാണ് നേരാക്കാനുള്ളൂ, ഒരു വെളുത്തുള്ളി. ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇനി ഉള്ളി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കാണിക്കാമെന്ന് പൂജുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. പൂജുട്ടി ചോറാണോ കഴിക്കുന്നത് എന്താണെന്നറിയില്ല. ചോദിച്ചോക്കട്ടെ, അല്ലെങ്കിൽ ഇതായിട്ട് കഴിക്കാനോ അതൊന്നും അറിയില്ല. ഞാൻ അപ്പോൾ ഇത് വേഗം റെഡിയാക്കിയിട്ട് ബാക്കി കാണിക്കാം. ഈ ചക്കരക്കിഴങ്ങ് ആയിട്ടാലും നമുക്ക് ഇതിലേക്കുള്ള ഒരു ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വെളുത്തുള്ളി, കുറച്ചൊരു പിടി ചെറുള്ളി, പിന്നെ എരിവിനനുസരിച്ച് ചീനമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചതച്ചാൽ മതി, അരയരുത്, ചതഞ്ഞാൽ മതിയേ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കിയിട്ട് നമുക്ക് ചക്കരക്കിഴങ്ങ് കഴിക്കാം. ഒന്ന് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റട്ടെ കേട്ടോ. വെള്ളം ഊറ്റിയിട്ട് വരാൻ വേണ്ടി വെക്കട്ടെ. എന്ത് സെറ്റായിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഒന്നാ വന്നേ, വാടോ. ഇനി ഇതിലേക്ക് പാകത്തിന് തൈര് എടുക്കാം കേട്ടോ. എത്രയും തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ നമ്മുടെ ചെറുള്ളിയും
പിന്നെ ചീനമുളകും ഒരു വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ അതിലിട്ട് കൊടുക്കുക. അറിയരുത്, അരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറുവേ. പാകത്തിന് ഉപ്പും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് കൂട്ടിയിട്ടാട്ടോ. ഇത് കപ്പയുടെ കൂടെ അടിപൊളിയാണ്. മധുരക്കിഴങ്ങ്, ചേമ്പ് പുഴുങ്ങിയത് സീനാട്ടോ. അടിപൊളി ടേസ്റ്റ്. അത് അതിൻ്റെ കൂടെ ഇങ്ങനെ പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പുണ്ടോ ഒന്ന്, ഉപ്പൊക്കെ അടി. ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഞാനും പൂജട്ടിയും കഴിക്കട്ടെ. കണ്ണൻകുട്ടി കളിക്കാൻ പോയിരിക്കാം. ഷാജട്ട ഇവിടെ ഇല്ല. അവർക്കുള്ളത് മാറ്റി വയ്ക്കാം. അതെന്തത് ചാടാത്തത്? നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാ തോന്നുന്നു കണ്ടിട്ട്. നമ്മുടെ ചമ്മന്തിയും കൂടെ ഇട്ട് കൊടുക്കാം. കഴിക്കാം പിന്നെ വെക്കും. അപ്പം നമ്മൾ ചായ കുടിക്കാൻ കേട്ടോ. ചക്കരക്കിഴങ്ങും തൈരും ഉള്ളിയും ചതച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. പൂജട്ടിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ആദ്യം. പിന്നെ എരിവുണ്ടാവും കേട്ടോ. എരിവുണ്ടല്ലേ? കപ്പയിലേക്കൊക്കെ ഈ സമയം എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ണൻകുട്ടിയില്ലേ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷെ ചീനമുളക് ഉണ്ടായിരുന്നില്ല. ചീനമുളകും കൂടെ വന്നപ്പോഴാണ് പെട്ട കപ്പയ്ക്ക് ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല കേട്ടോ. പറയുന്ന പോലെ ദിവസം ചെറുതായിട്ട് കപ്പയുടെ ടേസ്റ്റ് വരുമ്പോൾ മധുരക്കിഴങ്ങ് അടിപൊളിയാട്ടോ. ചക്കരക്കിഴങ്ങ് നമ്മൾ ചക്കരക്കിഴങ്ങ് എന്നാ പറയാ. മധുരക്കിഴങ്ങ് പറയുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും സൂപ്പറാണ്. ഈ ധനുമാസത്തിലൊക്കെ നമുക്ക് കാച്ചിൽ കിഴങ്ങ് പിന്നെ ചേമ്പും ആ സാധനമൊക്കെ പുഴുങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. കഴിക്കണവരാവണം കേട്ടോ. വീട്ടിലുള്ളവർ കഴിക്കണവരാവണം. ഇവിടെ പിന്നെ അങ്ങനെ കഴിക്കാത്ത ആൾക്കാരൊന്നുമില്ല. ഇങ്ങനെ ചേമ്പും സംഭവങ്ങളൊന്നും. ചേമ്പും തന്നെ പൂജയ്ക്ക് പറ്റാത്തുള്ളൂ അല്ലേ? ചേമ്പും തണ്ട് കറി. അപ്പോൾ ഇനി നമുക്ക് ഇത് മേടിക്കണം. എന്തെന്നാ ചേമ്പ് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. See you.